നമസ്കാരം. ഡോക്ടർ ചോദിക്കാൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഹൃദ്രോഗത്തിന് കാരണമാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നറിഞ്ഞിട്ടും ശരിയായ പരിശോധനയും ജീവിതക്രമവും ചികിത്സയും പാലിക്കാത്തവരാണ് നമ്മിൽ പലരും. നെഞ്ചുവേദനയെ തുടർന്ന് അടിയന്തര ഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തും വരെ ഹൃദയാരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള ഹൃദയം നിലനിർത്താൻ, ഹൃദ്രോഗങ്ങൾ പ്രതിരോധിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ചോദിക്കുന്നത്. നമുക്കൊപ്പം കോഴിക്കോട് മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിലെ ചെയർമാനും ചീഫ് കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ പി മുഹമ്മദ് മുസ്തഫ ചേരുന്നു. ഡോക്ടർ സ്വാഗതം. വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. മാതൃഭൂമി സംഘടിപ്പിച്ച ഈ ആരോഗ്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. സർ, നമുക്ക് തുടങ്ങാം. സാറിന് ഇപ്പം ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു വേദന വന്ന്, ഒരു നെഞ്ചുവേദനയെ തുടർന്ന് അടിയന്തര ഘട്ടത്തിൽ ക്രിട്ടിക്കലായി ആശുപത്രിയിൽ എത്തുമ്പോൾ മാത്രമാണ് നമ്മിൽ പല ആളുകളും നമ്മുടെ ഹൃദയാരോഗ്യം താളം തെറ്റിയതായിരുന്നു എന്ന് തിരിച്ചറിയുക. അതും ഒരു അടിയന്തര ഘട്ടത്തിൽ എത്തുമ്പോൾ. ഡോക്ടറെ, അതിനൊക്കെ മുന്നേ തന്നെ എപ്പോൾ മുതലാണ് നമ്മുടെ ഹൃദയാരോഗ്യം സേഫ് ആണോ എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടത്? ആക്ച്വലി നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, എന്ന് വെച്ചാൽ മുലക്കുടി തീർന്ന ഉടനെ, നിർത്തിയ ഉടനെ തന്നെ നമ്മൾ ആ ഒരു ആരോഗ്യത്തെക്കുറിച്ച്, കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് അമ്മമാർ അല്ലെങ്കിൽ പാരൻസ് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുക. കാരണം ഇന്ന് കുട്ടികളിൽ ഒബീസിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ കുട്ടികളിലൊക്കെ ഒരുപാട് ഒബീസിറ്റി കൂടിയ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളൊക്കെ കാലഘട്ടമായതുകൊണ്ട് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറയുകയും കുട്ടികളൊക്കെ ഇന്ന് ഗാഡ്ജറ്റിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചൈൽഡ്ഹുഡ് ഒബീസിറ്റി എന്ന് പറയുന്നത് വലിയൊരു ആരോഗ്യ പ്രശ്നത്തിൻ്റെ ഒരു തുടക്കമായിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ ഇതിനെ കെയർ ചെയ്യേണ്ടതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ആളുകൾ എപ്പോഴും ഒരു ഹൃദയത്തിനൊരു ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിലെത്തി ഇത് ഹാർട്ടിന് പ്രശ്നമായി എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നത്. എന്നാൽ ഹൃദ്രോഗം എന്ന് പറയുന്നത് മറ്റു രോഗങ്ങളിൽ നിന്ന് വിഭിന്നമായി നമുക്ക് വലിയൊരു പങ്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ജീവിതശൈലി രോഗം കൂടിയാണ്. അതുകൊണ്ട് ഹൃദ്രോഗത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ശ്രദ്ധിക്കുന്നതിന് മുമ്പ് അവരുടെ പാരൻസ്, അച്ഛനമ്മമാർ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ നമ്മൾ ഭാവിയിൽ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കെയർ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ തുടങ്ങേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ നമ്മൾ ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് പൊതുവേ നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. പുകവലി അതിനൊരു കാരണമായേക്കാം, പ്രമേഹ രോഗം കാരണമായിരിക്കാം, അമിത രക്തസമ്മർദ്ദം, അമിതമായ കൊളസ്ട്രോൾ, ഇതെല്ലാം കാരണമാണെന്ന് നമുക്കറിയാം. പക്ഷേ പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയുന്നത് ഡോക്ടർ. അപ്പോൾ അതായത് വ്യായാമം കുറവ്, നമ്മുടെ ശരീരം വേണ്ടത്ര രീതിയിൽ അനങ്ങാത്ത രീതിയിൽ സെഡൻറ്ററി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പുകവലിയേക്കാൾ ദോഷം ചെയ്യും ഹൃദയാരോഗ്യത്തിന് എന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്താണ് ഡോക്ടർ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം? കറക്റ്റ്. താങ്കൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ രോഗങ്ങൾക്ക് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ എന്നൊക്കെ. അതുപോലെ തന്നെ സ്മോക്കിങ്ങും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടേഴ്സാണ്. പക്ഷേ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈയിടെയായിട്ട് ഇപ്പോൾ വരുന്ന ജനറേഷനിൽ ആക്ച്വലി സ്മോക്കിങ്ങിൻ്റെ ഇൻസിഡൻസ് വളരെ കുറവാണ്. ലഹരികൾ ഉപയോഗം വളരെ കൂടുന്നുണ്ട്. പക്ഷേ നമ്മൾ പണ്ടുണ്ടായിരുന്ന സ്മോക്കിങ്ങിൻ്റെ ഇൻസിഡൻസ് വളരെ കുറവാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്മോക്കിങ്ങിനേക്കാൾ കൂടുതൽ അപകടകരമായ ഒരു റിസ്ക് ഫാക്ടറാണ് കുറേ നേരം ഇരിക്കുക എന്ന് പറയുന്നത്. താങ്കൾ പറഞ്ഞ പോലെ സിറ്റിംഗ് ഈസ് എ ന്യൂ സ്മോക്കിംഗ് എന്നാണ് ഇപ്പോൾ നമ്മൾ പറയുക. കാരണം ഇന്ന് നമ്മളെല്ലാവരും തന്നെ, ഇപ്പോൾ താങ്കളായാലും ശരി, ഞാനായാലും ശരി, ഇന്ന് ജോലി ചെയ്യുന്ന ജോലികളൊക്കെ പണ്ടത്തെ പോലെ നമ്മൾ ഫിസിക്കലായിട്ടുള്ള ജോലികളല്ല. നമ്മൾ പാടത്ത് പണി എടുക്കുകയോ അല്ലെങ്കിൽ കൂലി ജോലി ചെയ്യുന്ന ജോലികൾ വളരെ കുറവാണ്. അധികം ആളുകളും വൈറ്റ് കോളർ ജോബായിട്ട് അല്ലെങ്കിൽ AC റൂമിൽ നമ്മൾ ടേബിളിൻ്റെ മുമ്പിൽ എല്ലാത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു ജോലിയാണ് അധികവും. പ്രത്യേകിച്ച് ഞങ്ങൾ ഡോക്ടർ സമൂഹം കൂടുതലായിട്ട് OP നോക്കുക എന്ന് പറയുമ്പോൾ മണിക്കൂറുകളോളം സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് സ്മോക്കിങ്ങിനേക്കാൾ കൂടുതൽ അപകടകരം ആണ് എന്നാണ് പറയുന്നത്. ഇതിന് ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു സജഷൻ എന്താണ് പറയുന്നത് വെച്ചാൽ, ഇപ്പം നമുക്ക് നമ്മുടെ ജോബ് മാറ്റാനൊന്നും പറ്റുകയില്ലല്ലോ. നമ്മുടെ സാഹചര്യം മാറി, ജീവിത നിലവാരം മാറി, ആളുകളുടെ ജോലിയുടെ രീതി മാറി. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല എങ്കിൽ നമ്മൾ ഒരു പ്രൊലോങ്ങായി ഇരിക്കേണ്ട ഒരു ജോലിയാണെങ്കിൽ, പ്രത്യേകിച്ച് IT ഫീൽഡ്, അതേപോലെ തന്നെ ഡോക്ടേഴ്സ്, മറ്റ് ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകൾ, നമ്മളൊരു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അതിലൊരു ബ്രേക്ക് എടുത്ത് നമ്മളൊരു ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നടന്നു വരിക, അതല്ലെങ്കിൽ ചെറിയൊരു സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക.
അതല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു ചേഞ്ച് നമ്മൾ കണ്ടിന്യൂസ് ഇരിക്കുന്നതിൽ നിന്നും നമ്മളൊരു മാറ്റം വരുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോഴത്തെ ഈ സ്മാർട്ട് വാച്ചുകളൊക്കെ ഒരു പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിൽ നമുക്കൊരു അലാം വരും. സി യു ആർ സിറ്റിംഗ് ഫോർ എ ലോങ് ടൈം, മേക്ക് ഫ്യൂ സ്റ്റെപ്സ് എന്നോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലാംസ് നമുക്ക് വരുന്നത് പോലെ, അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ കാറുകളിലൊക്കെ, പുതിയ കാറുകളിലൊക്കെ നമുക്ക് കാണാം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് യു നീഡ് ടു ടേക്ക് എ ബ്രേക്ക്, ഒരു സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു കോഫി കുടിക്കണം എന്നുള്ള അലാമൊക്കെ വരുന്നത് പോലെ നമ്മൾ സ്വയമായിട്ട്, ഇതിപ്പോൾ നമ്മളോടാരും ഓരോരോ വ്യക്തികളോടാരും ഇത് പറയാൻ പോകുന്നില്ല, നമ്മൾ സ്വയം ഒരു തീരുമാനമെടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ടുള്ള ജോലിയാണ് നമുക്കുണ്ട് എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമ്മളൊന്ന് മൂവ് ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളത് മാത്രമാണ് പ്രായോഗികമായി അതിന് നമുക്കൊരു പരിഹാരം ആയിട്ട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ ഇതിന് നേരെ വിപരീതമായ മറ്റൊരു കാര്യം കൂടി നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലായി ഇപ്പോൾ നടന്നു വരുന്ന യുവാക്കൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ എന്നും തന്നെ കേൾക്കുന്നുണ്ട്. അതിന് എപ്പോഴും അവരെന്തെങ്കിലും ഒരു വർക്കൗട്ടിനിടെ, ആക്ടിവിറ്റിക്കെതിരെ, വ്യായാമം ചെയ്യുന്നതിനിടെ, ഡാൻസ് കളിക്കുന്നതിനിടെ ഒക്കെ വളരെ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് അവർ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഡോക്ടറെ, ഇപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം വളരെ ഫിസിക്കലി ഫിറ്റായ, കൃത്യമായ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന, എന്നും കൃത്യമായി മുടങ്ങാതെ വ്യായാമം ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ്. എന്തായിരിക്കും അതിനൊരു കാരണം? അതെ, ആക്ച്വലി നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് 2 കാര്യമാണ്. ഒന്ന്, നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയധികം ഇൻസിഡൻസ് കൂടിക്കൊണ്ടുവരികയാണ്. താങ്കൾക്കറിയാമല്ലോ, നമ്മൾ ഇന്ത്യയാണ് ഇന്നിപ്പം ലോകത്ത് തന്നെ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു തലസ്ഥാനം എന്ന ഒരു ക്യാപിറ്റൽ ഓഫ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അതിൻ്റെ ഇൻസിഡൻസ് നമ്മുടെ നാട്ടിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്കും അതേപോലെ കാർഡിയാക് അറസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ കുഴഞ്ഞു വീണ് മരിക്കുന്ന കേസുകളിൽ അധികവും ഹാർട്ട് അറ്റാക്ക് കൊണ്ടല്ല അവർ കുഴഞ്ഞു വീണ് മരിക്കുന്നത്, ഇതൊരു കാർഡിയാക് അറസ്റ്റ് പോലെ വരുന്നതുകൊണ്ടാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ നിയന്ത്രിക്കുന്ന നമ്മുടെ പേസ് മേക്കർ ഉണ്ട്, അതേപോലെ നമ്മുടെ താളം നിയന്ത്രിക്കുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വരുന്ന ഒരു അബ്നോമാലിറ്റിയാണ്. ഞങ്ങളതിന് എറിത്മിയ എന്ന് പറയും. ആ റിതം, താളം തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് ഒരുപാട് ടൈപ്സ് ഓഫ് എറിത്മിയാസ് ഉണ്ട്. അതിൽ വളരെ ഗൗരവമേറിയ മെലിഗ്നൻ്റ് ആയിട്ടുള്ള എറിത്മിയാസ് വരുമ്പോഴാണ് ഞങ്ങളതിന് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഒക്കെ എന്ന് പറയും. ഇത്തരം റിതം അബ്നോമാലിറ്റീസ് വരുന്നത് കൊണ്ടാണ് മിക്കവാറും ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. കാരണം ചിലപ്പോൾ ഈ കേസുകൾ നമ്മൾ വളരെ നല്ല ഫിറ്റായിട്ടുള്ള ആരോഗ്യമുള്ള ആളുകളിലും കണ്ടുവരുന്നുണ്ട്. ഇതിനുള്ള ഏറ്റവും വലിയ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർട്ട് അറ്റാക്കിനുള്ളത് പോലെ തന്നെ എല്ലാ റിസ്ക് ഫാക്ടേഴ്സും ഇതിനും ഒരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ അതുകൂടാതെ ചിലപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടും പേഷ്യൻസ് പെട്ടെന്ന് മരിക്കാം. ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ആളുകൾക്ക് കാർഡിയാക് അറസ്റ്റ് വന്നെങ്കിൽ മാത്രമാണ് ഈ കുഴഞ്ഞു വീണ് മരണം സംഭവിക്കുന്നത്. അതല്ലെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ഒരാൾക്ക് നെഞ്ചുവേദനയോ അല്ലെങ്കിൽ നെഞ്ചിലുള്ള അസ്വസ്ഥതയോ വരികയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ രോഗികൾ ഹോസ്പിറ്റലിൽ എത്തും. പക്ഷേ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പബ്ലിക്കിന് കൊടുക്കേണ്ട മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായ വ്യക്തിയെ ചുറ്റുമുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഒരു കാർഡിയോപൾമണറി റീസസിറ്റേഷൻ, CPR എന്ന് പറയുന്ന നമ്മളൊരു റീസസിറ്റേഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകളെയും, നല്ലൊരു ശതമാനം ആളുകളെയും നമുക്ക് സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ റിവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മെസ്സേജ് കൂടി ഈ ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഹൃദ്രോഗത്തെ തടയുക എന്ന ഒരു മെസ്സേജാണല്ലോ ലോക ഹൃദയ ദിനം മുന്നോട്ട് വയ്ക്കുന്നത്. അതോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ, ഇപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ ജിമ്മിലൊക്കെ കൃത്യമായി വ്യായാമം ചെയ്യണം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് കൃത്യമായി വർക്കൗട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധമായി നടത്തിയിരിക്കേണ്ട ഏതെങ്കിലുമൊക്കെ പരിശോധനകളുണ്ടോ? അതുപോലെ തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് സാധ്യതയുണ്ടോ നമുക്ക് എന്ന് നേരത്തെ തിരിച്ചറിയാൻ പറ്റുന്ന ത്രെഡ്മിൽ ടെസ്റ്റ് പോലെയുള്ള പരിശോധനകളുടെ പ്രാധാന്യം എത്രത്തോളമാണ്? എക്സാക്ട്ലി. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾ ഇപ്പോൾ ഒരു എക്സസൈസിന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഒരു സമൂഹത്തിൽ നമ്മൾ ആളുകളെ നോക്കുകയാണെങ്കിൽ 2 എക്സ്ട്രീംസ് ഓഫ് ആളുകളുണ്ട്. ഒന്നുകിൽ ഒരു വ്യായാമവും ചെയ്യാതെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ, പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ മൊബൈലിലും ഗാഡ്ജറ്റ്സിലും തോണ്ടിക്കൊണ്ടിരുന്ന് അല്പം പോലും ശാരീരിക വ്യായാമമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആളുകൾ. അവരിതിനെക്കുറിച്ചൊന്നും ബോധേടയല്ല. മാത്രമല്ല, ആഹാരത്തിൽ യാതൊരു ശ്രദ്ധയും ഇല്ലാതെ കിട്ടിയതെല്ലാം കഴിച്ച് ഇതേപോലെയുള്ള സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ് കൂടുതലുള്ളത്.
മറ്റൊരു എക്സ്ട്രീംസ് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് യുവാക്കളിലൊക്കെ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് എന്ന് പറയും നമ്മൾ. എന്ന് വെച്ചാൽ ഫിറ്റ്നസ്സിന് വേണ്ടി എന്തും ചെയ്യുക, അവരുടെ സമയം മുഴുവനും അല്ലെങ്കിൽ മണിക്കൂറുകളോളം നമ്മൾ എക്സസൈസ് ചെയ്യുക, എന്നിട്ട് ഒരു മസിൽ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് കൂടുതൽ കോൺഷ്യസ് ആയി നമ്മളൊരു എക്സ്ട്രീംസിലേക്ക് നമ്മളെ പുഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവണതയും ഒരു ചെറിയ പങ്ക്, ഒരു ചെറുതല്ലാത്ത ഒരു ലെവലിലുള്ള ആളുകളിൽ ആ ഒരു പ്രവണതയും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു ഫിറ്റ്നസ് പ്രോഗ്രാമിലേക്ക് പോവുകയാണെങ്കിലും നമ്മളൊരു ഗ്രാജുവൽ ആയിട്ടാണ് ഫിറ്റ്നസ്സിലേക്ക് പോകേണ്ടത്. താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ നമ്മളൊരു ജിം പ്രോഗ്രാമിന് പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഫിറ്റാണോ എന്നുള്ളത് ഒരു ഫിസിഷ്യനെ അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ട് നമ്മളൊരു ചെറിയൊരു ബേസിക് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനറൽ ഫിറ്റ്നസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് താങ്കൾ തന്നെ സൂചിപ്പിച്ച ഈ ട്രെഡ്മിൽ ടെസ്റ്റാണ് ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം ഏറ്റവും നന്നായിട്ട് നമുക്ക് സിമ്പിൾ ടെസ്റ്റിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു ടെസ്റ്റ്. അപ്പോൾ ഈ ട്രെഡ്മിൽ ടെസ്റ്റ് നന്നായിട്ട് ചെയ്ത ഒരു വ്യക്തിക്ക് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആരോഗ്യം കുഴപ്പമില്ല എന്ന് നമുക്ക് ഏകദേശം ഒരു വിലയിരുത്താൻ പറ്റും. അത്തരം ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മുടെ ഹൃദയവും അതേപോലെ നമ്മുടെ ജനറൽ കണ്ടീഷനും ഫിറ്റാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഒരു ജിമ്മിലെ പ്രോഗ്രാമിലേക്ക് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. മാത്രമല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫിറ്റ്നസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ചെയ്യേണ്ടതല്ല. അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പെട്ടെന്ന്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യുവാക്കൾക്കൊക്കെ ഒരു പക്ഷേ നമ്മുടെ ഒരു ഷേപ്പ് അതല്ലെങ്കിൽ മസിൽ ബിൽഡിംഗ് പെട്ടെന്നാകണമെന്ന ഒരു ആഗ്രഹത്തോടു കൂടി അമിതമായിട്ട് എക്സസൈസ് പെട്ടെന്ന് ചെയ്യുന്നത് ശരിയല്ല. ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മുടെ എക്സസൈസ് നമുക്ക് കൂട്ടുകയോ മസിൽ ബിൽഡിംഗ് ചെയ്യുന്നതിനോ തെറ്റൊന്നുമില്ല. പക്ഷേ അതേ സമയത്ത് ഏതൊരു ഇതേപോലത്തെ ഒരു പ്രോഗ്രാമും നമ്മൾ ഗ്രാജുവലായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ്. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച ശാരീരികമായി ഫിറ്റായിരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഡോക്ടർ ഇപ്പോൾ കൃത്യമായി വ്യായാമമൊക്കെ ചെയ്യുകയും ശാരീരികമായി ഫിറ്റായിരിക്കുകയും കൃത്യമായി അളവിൽ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ മാനസികമായി അമിതമായ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എത്രത്തോളമാണ് ഹൃദ്രോഗ സാധ്യത, എത്രത്തോളം പ്രധാനമാണ് മനസ്സിൻ്റെ ആരോഗ്യം? അതെ, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞല്ലോ, ആ റിസ്ക് ഫാക്ടേഴ്സിൽ മുഴുവൻ നമ്മൾ എണ്ണിയിട്ടില്ല. നമ്മൾ ഒന്നാമത്തെ റിസ്ക് ഫാക്ടറായി നമ്മൾ പറയാറ് സാധാരണ പ്രമേഹ രോഗമാണ്. പിന്നെ പ്രഷർ, ഷുഗർ, പ്രമേഹം, ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, സ്മോക്കിംഗ്, പിന്നെ വ്യായാമമില്ലായ്മ, പാരമ്പര്യം, സ്ട്രെസ്. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടറാണ്. നിർഭാഗ്യവശാൽ ആക്ച്വലി ഇന്നത്തെ എല്ലാ പ്രൊഫഷണൽസിനും ഏറ്റവും കൂടുതലും അതേപോലെ തന്നെ ഒഴിവാക്കാൻ പറ്റാത്തതുമായ ഒരു റിസ്ക് ഫാക്ടർ കൂടിയാണ് സ്ട്രെസ്സ്. കാരണം ഇന്ന് നമ്മൾ ജീവിക്കണമെങ്കിൽ തന്നെ സ്ട്രെസ്സ് വേണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ജീവിത ശൈലിയിലാണ് ഇപ്പോൾ നമ്മളൊക്കെ, ആ ഒരു കാലഘട്ടത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പക്ഷേ നമ്മൾക്ക് വേറെ ഒരു പ്രശ്നവുമില്ലാതെ വളരെയധികം ഫിറ്റായിട്ടുള്ള ആളുകൾക്കും ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് സ്ട്രെസ്സ് വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് എല്ലാ പ്രായക്കാരിലും സ്ട്രെസ്സ് ഇന്ന് ഹൃദ്രോഗത്തിന് കാരണമാകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സാണ്. നമുക്ക് ഇന്ന് അതിന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ട്രെസ് ഇല്ലാത്ത ഒരു ജീവിതശൈലിയോ അല്ലെങ്കിൽ ഒരു ജോലിയോ ഒന്നുമോ നമുക്കിന്ന് ലഭ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ ജോലിയുടെ കൂടെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സിന് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ഡോക്ടർ, നമുക്ക് അടൂരിന്ന് രാമചന്ദ്രൻ നായർ എന്ന പ്രേക്ഷകനുണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടറെ, ഞാൻ 78 വയസ്സുണ്ട് എനിക്ക്. ഡോക്ടറെ. വെരി ഗുഡ്, വളരെ സന്തോഷം. എന്റെ പേര് രാമചന്ദ്രൻ നായർ. ചോദിച്ചോളൂ. 78 ഇയേഴ്സ്. എന്റെ ഹൃദയത്തിനെ ഈ ഇടിപ്പ് കൂടെ ഇടിച്ചു കഴിഞ്ഞ ഒരു സ്പേസ് വരിക, പിന്നെ ഇടിക്കുക, അങ്ങനെയാണ്. ഒരു സ്പേസ് ഇട്ട് ഇടിക്കുന്നു. മനസ്സിലായി. അതിന് നമ്മൾ മിസ് ബീറ്റ് എന്നാണ് പറയാ. ഒരു ബീറ്റ് ഇടക്ക് മിസ്സായി പോകുന്നതാണ്. എന്തോ മനസ്സിലായി. നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി. നമ്മുടെ ഹൃദയം താങ്കൾക്ക് അറിയുന്നത് പോലെ തന്നെ ഒരു താളത്തിനനുസരിച്ച് ആണല്ലോ ഇടിക്കുന്നത്. എപ്പോഴും ഒരു താളത്തോട് കൂടിയിട്ട് ഇടിക്കുന്ന ഒരു അവയവമാണല്ലോ ഹൃദയം. നമ്മുടെ ഒരു ഹൃദയം എന്ന് പറയുന്നത് ഒരു ദിവസം ആവറേജ് 1 ലക്ഷം പ്രാവശ്യം ഇടിക്കുന്നുണ്ട്. അതിൽ ഈ താളത്തിൽ വല്ലപ്പോഴും ഒരു ബീറ്റ് മിസ്സാകുന്നതിനെയാണ് മിസ്ഡ് ബീറ്റ് അല്ലെങ്കിൽ ഞങ്ങൾ എക്ടോപിക് ബീറ്റ്സ് എന്ന് പറയുന്നത്. ഈ എക്ടോപിക് ബീറ്റ്സ് ഒരളവ് വരെ നോർമലാണ്. അത് എല്ലാ മനുഷ്യരിലും സംഭവിക്കുന്നതാണ്.
പക്ഷെ ചില ആളുകൾ അത് ഫീൽ ചെയ്യും, ചില ആളുകൾ അത് ഫീൽ ചെയ്യില്ല. പ്രത്യേകിച്ച് അതിന് എന്താണ് സിംറ്റംസ് ഉണ്ടാകുക എന്ന് വെച്ചാൽ ആ ഹാർട്ട് ബീറ്റ് മിസ്സായതിന് ശേഷം വരുന്ന ബീറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബീറ്റ് നമ്മൾ ഫീൽ ചെയ്യും. അങ്ങനെ ആയിരിക്കും താങ്കളും ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വലിയ അബ്നോർമൽ ആയിട്ടാണോ അത് സിമ്പിൾ ആണോ എന്നുള്ളത് നമുക്ക് 1-2 ചെറിയ ടെസ്റ്റുകൾ മൂലം മനസ്സിലാക്കാൻ കഴിയും. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു ECG എടുക്കുകയാണെങ്കിൽ ECGയിൽ നിങ്ങളുടെ ഈ മിസ് ബീറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ആ മിസ് ബീറ്റ്സിന്റെ തോത് എത്രയുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം 1,00,000 പ്രാവശ്യം ഇടിക്കുന്ന ഹൃദയത്തിന് ഓക്കെ മനസ്സിലായി. അതിന്റെ അർത്ഥം അതെ നിങ്ങളുടെ ECGയിൽ കുഴപ്പമില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഈ മിസ് ബീറ്റ് വളരെ അപൂർവം മാത്രമാണ് വരുന്നത് എന്നാണ്. അത്തരം ആളുകൾക്ക് നമുക്ക് ഹോൾട്ടർ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ ഹോൾട്ടർ മോണിറ്ററിംഗ് എന്ന ഒരു ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസമോ അല്ലെങ്കിൽ 3 ദിവസം വരെയുള്ള നമ്മുടെ ഹൃദയത്തിന്റെ ബീറ്റ്സ് കംപ്ലീറ്റ് അതിൽ റെക്കോർഡാവും. അങ്ങനെ അതിന് നമുക്കൊരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി നമ്മൾ അതിനെ എവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഈ ഒരു ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിന്റെ ഇടക്ക് എത്ര മിസ് ബീറ്റ് ഉണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ചികിത്സയും തന്നെ നമ്മുടെ ഈ രോഗത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് അതിന്റെ ചികിത്സ നമ്മൾ തീരുമാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്പം അല്ലെങ്കിൽ നമ്പർ ഓഫ് ബീറ്റ്സ് വളരെ കുറവ് ഇടക്ക് മാത്രമേ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ എങ്കിൽ അതിനൊരു ചികിത്സയും ആവശ്യമില്ല. ഇത് വളരെ ബിനൈൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്, എന്ന് വെച്ചാൽ ഗൗരവമുള്ള ഒരു രോഗമല്ല എന്നുള്ളത് അർത്ഥം. നേരെ മറിച്ച് ഈ മിസ് ബീറ്റ്സ് വളരെയധികം നമ്മുടെ ഹൃദയമിടിപ്പിന്റെ 10% മിസ് ബീറ്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ചികിത്സിക്കേണ്ടതാണ്. അതിന് ഇന്ന് വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഒരു പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബീറ്റാ ബ്ലോക്കർ പോലത്തെ ഒരു മരുന്ന് കൊണ്ട് ചികിത്സിച്ചാൽ തന്നെ ആ പ്രശ്നം ഭേദമാവും. പിന്നെ വളരെ സങ്കീർണമായ മിസ് ബീറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഇലക്ട്രോഫിസിയോളജി ടെസ്റ്റ് മൂലം നമുക്കത് മനസ്സിലാക്കുകയും ഹൃദയത്തിൻ്റെ മിടിപ്പിൽ ഹൃദയത്തിനകത്ത് എവിടെയാണ് ഈ മിടിപ്പിൻ്റെ തകരാറ് എന്ന് മനസ്സിലാക്കി അതിനെ കംപ്ലീറ്റ്ലി പെർമനൻ്റ് ആയിട്ട് ഒരു അബ്ലേഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റിൽ കൂടി പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ കഴിയുന്നതുമാണ്. വ്യക്തമാണ്. രാമചന്ദ്രൻ നായർ വിളിച്ചതിന് നന്ദി സർ. കോഴിക്കോട് നിന്ന് അനീഷ എന്ന പ്രേക്ഷകയുണ്ട്. അനീഷ, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചു. ചോദിച്ചോളൂ. ഹലോ അനീഷ, ചോദിച്ചോളൂ. ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ, കേൾക്കാം. ഞാനേ ചേച്ചി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണ്. എന്റെ ചേച്ചി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണ്. അതെയോ? മനസ്സിലായി, പറഞ്ഞോളൂ. നിങ്ങളുടെ ചോദ്യം എന്താണ് പറഞ്ഞത്? അന്നേരം CPR കൊടുക്കാൻ കഴിയാത്തതിനെ കൊണ്ട് ചേച്ചിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കറക്റ്റ്. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചോളൂ. അന്നേരം എനിക്കറിയണ്ടേ സാറേ, ഒരു രോഗിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാലേ നമ്മൾക്ക് എങ്ങനെയാണ് CPR കൊടുക്കാന്നുള്ളതാണ്. കറക്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ലോക ഹൃദയ ദിനങ്ങളിൽ ആക്ച്വലി ഈ പബ്ലിക്കിന്, സാധാരണക്കാർക്ക്, നേരത്തെ ഈ സഹോദരി പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്താൻ സമയമാകും. ഈ ഹൃദയത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3 മിനിറ്റിലധികം നമുക്ക് ഈ പേഷ്യൻറ്റിന് CPR കൊടുത്ത് റിവൈവ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ആ പേഷ്യൻ്റ് മരിച്ചു പോകുമെന്നുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഏതൊരു സാധാരണ ആളുകൾക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ഒരു ലൈഫ് സപ്പോർട്ടാണ് ഈ CPR എന്ന് പറയുന്നത്. ഞങ്ങൾ ആക്ച്വലി ഈ ലോക ഹൃദയ ദിനത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ആക്ച്വലി ഞങ്ങൾ ഈ CPRനെ കുറിച്ച് പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് ടീച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ മാത്രമല്ല ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മിക്ക ഹോസ്പിറ്റലുകളും അല്ലെങ്കിൽ ഈ കാർഡിയോളജിസ്റ്റുകളൊക്കെ തന്നെ അവരുടെ നേതൃത്വത്തിൽ ഈ CPRനെ കുറിച്ചിട്ടുള്ള ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കൂടാതെ തന്നെ പല സാമൂഹ്യ സംഘടനകളും ഇത്തരം CPRനെ കുറിച്ചിട്ടുള്ള ഒരു പബ്ലിക് അവയർനെസ് പ്രോഗ്രാംസ് നടത്താറുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത്തരം പ്രോഗ്രാമിൽ പങ്കെടുക്കണം. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പഠിക്കാവുന്ന ഒന്ന് മാത്രമാണ്. നമ്മൾ ആക്ച്വലി ഇത് കൂടാതെ തന്നെ ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടാകുമ്പോൾ ഈ ഷോക്ക് കൊടുക്കുന്നത്, ഡീഫിബ്രിലേഷൻ ചെയ്യുന്നത്, ഇതൊക്കെ ഒരു പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ ആക്ച്വലി നമ്മുടെ സർക്കാർ തലത്തിൽ അതിനൊരു മുൻകൈ എടുത്ത് ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൂടിയാണ് എനിക്കിതിൽ പറയാനുള്ളത്. പിന്നെ ഏറ്റവും മുഖ്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ ചേച്ചി പറഞ്ഞ പോലെ അവരുടെ സ്വന്തം സഹോദരിക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായപ്പോൾ അവർക്ക് CPR കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന ഒരു വിഷമമുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ CPR ഒക്കെ
ഒരു ബേസിക് സംഗതിയും ഏറ്റവും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഗതി ആയതുകൊണ്ട് നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ തന്നെ ഒരു പക്ഷേ CPR എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ചേർത്ത് എല്ലാ കുട്ടികൾക്കും ചെറിയ പ്രായത്തിൽ തന്നെ ഇതിനൊരു ട്രെയിനിങ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് ഡോക്ടർ. അനീഷ വിളിച്ചതിന് നന്ദി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയും. ഡോക്ടർ, നമുക്ക് തൃശ്ശൂരിൽ നിന്ന് മഞ്ജു എന്ന പ്രേക്ഷകയുണ്ട്. മഞ്ജു, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. ഹലോ. അപ്പൊ ഞാന് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണത്. അപ്പൊ എനിക്ക് മഞ്ജു എന്നാണ് പേര്. 40 വയസ്സാണ്. അപ്പൊ എന്റെ ഈയിടെ എനിക്ക് ഷുഗർ ഉണ്ട് 8 വർഷമായിട്ട്. അപ്പൊ ട്രൈഗ്ലിസറൈഡ് എനിക്ക് കൂടുതലാണ് ചെക്കപ്പിൽ വന്നിട്ട്, കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോ. അപ്പൊ എനിക്ക് ഇങ്ങനെ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അപ്പൊ അങ്ങനെ ഞാൻ ഇപ്പൊ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഒരു നേരം ചോറാണ് കഴിക്കുന്നത്. പിന്നെ അതുപോലെ ഓട്സും മറ്റുള്ള റാഗിയൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പൊ ഷുഗർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ട്രൈഗ്ലിസറൈഡ് കൂടി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് അറിയാം. മനസ്സിലായി. നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇന്നത്തെ കാലത്ത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ ട്രൈഗ്ലിസറൈഡ് കൂടുക എന്നുള്ളത്. ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് കൊളസ്ട്രോൾ ആണ്. ഇത് നമ്മൾ സാധാരണ കേൾക്കുന്നത് ഒരു LDL, ഇങ്ങനെ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമാണ് പറയുക. പക്ഷേ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കൊളസ്ട്രോൾ ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓൾറെഡി പ്രമേഹമുണ്ട്, ഡയബറ്റിക് ആണ്, പിന്നെ അതിൻ്റെ കൂടെ ട്രൈഗ്ലിസറൈഡ് കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതിനർത്ഥം. നമ്മൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായത് കൊണ്ട് മാത്രം നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്നു കൊള്ളണമെന്നില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിനെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മാത്രമാണ് ഇത് നാളെ ബ്ലോക്കിലേക്കും ഹാർട്ട് അറ്റാക്കിലേക്കും എത്തിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങൾ പറഞ്ഞ പോലെ ഭക്ഷണത്തിലുള്ള ക്രമീകരണം വേണം എന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഓവർ ഭക്ഷണത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്ത് നമുക്ക് ജീവിതം മുഴുവൻ അങ്ങനെ പല ഭക്ഷണങ്ങളും കഴിക്കാതെ ഇരിക്കുക എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ അല്ല. മാത്രമല്ല നമ്മൾ അതിനൊരു ചൂസി ആയിരിക്കണം. നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്നില്ല. നിങ്ങളുടെ ശരീരത്തിനും അതേപോലെ നിങ്ങളുടെ ജോലിക്കും ആവശ്യമായ രീതിയിൽ നിങ്ങളുടെ കാലറി കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഡയറ്റീഷ്യനെ നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ കാലറി കാൽക്കുലേറ്റ് ചെയ്ത് അതിന് തക്കതായ ഭക്ഷണം നിങ്ങൾ കഴിക്കാം. നമ്മൾ കൂടുതൽ പട്ടിണി കിടക്കുന്നത് കൊണ്ട് കൂടുതൽ ഗുണമുണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് അധിക പങ്കും ഭക്ഷണത്തിൽ നിന്നല്ല വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ട്രൈഗ്ലിസറൈഡ് കൂടുക എന്ന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ ട്രൈഗ്ലിസറൈഡ്മിയ എന്ന് പറഞ്ഞ ഒരു രോഗത്തിൻ്റെ ഭാഗമാണ്. അത് ജനറ്റിക് ആയിട്ട് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പട്ടിണി കിടന്നാൽ പോലും ഒരുപക്ഷെ ട്രൈഗ്ലിസറൈഡ് കുറഞ്ഞു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യാവുന്ന ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മരുന്നുകൾ അവൈലബിൾ ആണ്. സിമ്പിളായിട്ടുള്ള ട്രൈഗ്ലിസറൈഡിൻ്റെ ഒരു മരുന്ന് കഴിക്കുക എന്നുള്ളതും പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഏറ്റവും ചുരുങ്ങിയത് 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ട്രൈഗ്ലിസറൈഡ് ചെക്ക് ചെയ്ത് അത് കൺട്രോളിലാണോ എന്ന് നോക്കുകയും ചെയ്യണം. ഈ ട്രൈഗ്ലിസറൈഡൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രമേഹം വന്നു കഴിഞ്ഞാൽ കുറച്ച് മരുന്ന് കഴിച്ച് നമ്മൾ അശ്രദ്ധരാവാൻ പാടില്ല. നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്യണം. അതിൻ്റെ ലെവൽ എപ്പോഴും നമ്മൾ ആ ഒരു നോർമൽ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യം. അങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രൈഗ്ലിസറൈഡ് കൊണ്ടോ അല്ലെങ്കിൽ പ്രമേഹം കൊണ്ടോ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയില്ല. ഇത് അശ്രദ്ധരായി അതിനെ ശ്രദ്ധിക്കാതെ മരുന്ന് കഴിക്കാതെ കൺട്രോൾ ചെയ്യാതെ വളരെയധികം വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവത്തിൽ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. ഇനി ട്രൈഗ്ലിസറൈഡ് വന്നു എന്ന് വിചാരിച്ച് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട ആവശ്യവുമില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കുന്നു, എത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നു എന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റും അതേപോലെ ഇതിനുള്ള മരുന്നും കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ വരാതെ തന്നെ ശ്രദ്ധിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് മഞ്ജു വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് സമയം അവസാനിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഷോർട്ട് കട്ട്സ് ആണ് താല്പര്യം. ഹൃദയാരോഗ്യം സൂക്ഷിക്കാൻ കൃത്യമായും ഒഴിവാക്കേണ്ട ഒരു 4 കാര്യങ്ങൾ എണ്ണി പറയാമെങ്കിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഒന്ന് നമ്മളുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ എന്ന് വെച്ചാൽ അന്നം കഴിക്കുന്നത്. പണ്ട് നമ്മൾ കൊഴുപ്പ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അന്നം കഴിക്കുന്നതിൻ്റെ അളവ് കൂടരുത്. എന്ന് വെച്ചാൽ നമ്മുടെ കാലറിക്ക് അനുസരിച്ച് മാത്രമേ നീഡിന് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ഒന്നതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഭക്ഷണത്തിൽ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കുക.
മാക്സിമം ഫ്രൈഡ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് മീറ്റ്, പ്രോട്ടീൻ അല്ലെങ്കിൽ എഗ്ഗ്, ഫിഷ് ഇതൊന്നും കഴിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഒന്ന്, ആവശ്യത്തിലധികം കാലറി വാരി വലിച്ച് കഴിക്കാതിരിക്കുക. രണ്ടാമത്, ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. മൂന്നാമത്, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കുക. നാലാമത്, ഒരു മിനിമം അരമണിക്കൂറെങ്കിലും സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങളും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഹാർട്ട് അറ്റാക്കിന് വലിയൊരു പങ്ക് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രിവെൻഷൻ ആണ് നമ്മൾ ഈ ലോക ഹൃദയ ദിനത്തിൽ ജനങ്ങളോട് നമുക്ക് പറയാനുള്ള, ഒരു ഹൃദ്രോഗ വിദഗ്ധൻ എന്ന നിലക്ക് എനിക്ക് ജനങ്ങളോട് പറയാനുള്ള മെസ്സേജ്. വ്യക്തമാണ് ഡോക്ടർ. വളരെയധികം നന്ദി. വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. പ്രോഗ്രാം അവസാനിക്കുകയാണ്.